യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ചികിത്സയെ സംബന്ധിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ച ചികിത്സാ രേഖകളെക്കുറിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം തരംതാണതും മനുഷ്യത്വരഹിതവുമാണ്. സിപിഎം സെക്രട്ടറിയുടെ പദവിയിലിരുന്നുകൊണ്ട് ഇത്തരം തരംതാണ ഹീനമായ മനുഷ്യത്വരഹിതമായ ഒരു പ്രസ്താവന എങ്ങനെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു. രാഷ്ട്രീയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരാൾ അസുഖത്തിന് ചികിത്സ തേടിയതിനെ സംബന്ധിച്ച് വ്യാജരേഖയുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് എത്രമേൽ മനുഷ്യത്വ വിരുദ്ധമാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി കേരളത്തിൽ അധികാരത്തിലുണ്ടല്ലോ. ഒരു മെഡിക്കൽ ബോർഡിനെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോടതിയിൽ സമർപ്പിച്ച ചികിത്സാ രേഖകൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കട്ടെ. തിരുവനന്തപുരത്തെ ആശുപത്രിയിലാണല്ലോ അദ്ദേഹം ചികിത്സ തേടിയത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. ഒരു മെഡിക്കൽ ബോർഡിനെ സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യ വകുപ്പ് വെച്ച് ഒന്ന് പരിശോധിക്കട്ടെ. കാരണം സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ച ഗുരുതരമായ ആരോപണമല്ലേ. ഇത് സംബന്ധിച്ച് എന്ത് നടപടി ഈ പ്രസ്താവനയെ സംബന്ധിച്ച് സ്വീകരിക്കണമെന്നുള്ളത് UDYFന്റെ യോഗം ഇപ്പോൾ ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്മേൽ രാഷ്ട്രീയപരമായും നിയമപരമായും എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ളത് UDYFന്റെ യോഗത്തിന് ശേഷം UDYFന്റെ നേതാക്കന്മാർ വിശദീകരിക്കും. ആ യോഗം നടക്കുന്നതുകൊണ്ട് ഞാൻ ആ കാര്യം തീരുമാനമെടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു, ഗോവിന്ദൻ മാഷിന്റെ പാർട്ടി കേരളം ഭരിക്കുകയാണ്. ഒരു പരിശോധന ഒരു മെഡിക്കൽ ബോർഡിനെ വെച്ച് നടത്തട്ടെ. അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് കേരളത്തിന്റെ ജനതയോട് ഈ മനുഷ്യത്വ വിരുദ്ധമായ ഹീനമായ നീചമായ നികൃഷ്ടമായ നിന്ദ്യമായ പ്രസ്താവന നടത്തിയതിന് മാപ്പ് പറയാൻ തയ്യാറാകണം. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്.